പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 28-13 തിരുവചനം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-9 അവിടെ നമ്മൾ വായിക്കുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നമ്മെ ശുദ്ധീകരിക്കും. ഈ രണ്ട് വാക്യങ്ങൾ, അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 1-9 പിന്നെ പഴയ നിയമത്തിലെ സുഭാഷിതങ്ങൾ 28-13, ഈ രണ്ട് വാക്യങ്ങളും പറയുന്നത് പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണമെന്നുള്ളതാണ്. മാത്രമല്ല, പാപങ്ങൾ പരിത്യജിക്കണം, ഉപേക്ഷിക്കണം. ഇത് രണ്ടുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും വലിയ വ്യവസ്ഥ. പാപങ്ങൾ നമ്മൾ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മുടെ സഭയിൽ കുമ്പസാരത്തിന് അണയുന്ന ധാരാളം ആളുകളുണ്ട്. നല്ലൊരു ലക്ഷണമാണത്, പാപങ്ങൾ ഏറ്റുപറയുന്നത്. പക്ഷേ ഇത് ഉപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വലിയ അസ്വസ്ഥത തോന്നുന്നു മനസ്സിനൊക്കെ, അല്ലെങ്കിൽ ഭാരം തോന്നുന്നു. അപ്പോൾ പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയം ഒന്ന് ഭാരം കുറയ്ക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നു. പക്ഷേ അത് പരിത്യജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉപേക്ഷിക്കുന്നുണ്ടോ, പാപം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യുന്നുണ്ടോ, അതാണ് ശരിയായുള്ള മാനസാന്തരത്തിൻ്റെ അടയാളം. ഒരു വന്യവൈദികൻ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞു. സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥി സെമിനാരിയിൽ നിന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഏത്തപ്പഴം മോഷ്ടിച്ചു. 30 ഏത്തപ്പഴം അവൻ മോഷ്ടിച്ചു. അവന് അനുതാപമൊക്കെ ഉണ്ടായി എന്ന് തോന്നുന്നു. അവൻ അത് ഡയറക്ടറേറ്റിനോട് പറഞ്ഞു, മോഷ്ടിച്ച് കൊതിയുണ്ട് തിരിഞ്ഞു. അവനതെല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ ഡയറക്ടറേറ്റിന് അത് സാരമാക്കിയെടുത്തില്ല, വിട്ടുകളഞ്ഞു. ഡയറക്ടറേറ്റ് സ്റ്റോർ റൂമിൽ ചെന്ന് സ്റ്റോർ റൂമിൻ്റെ ചാർജുള്ള സഹോദരനോട് പറഞ്ഞു, 30 ഏത്തപ്പഴം പോയിട്ടുണ്ടതിൽ, നീ ശ്രദ്ധിച്ചു? അത് സ്റ്റോർ റൂമിലെ ആളത് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഡയറക്ടറേച്ചാ 25 പോയിട്ടുള്ളൂ. 25 പോയിട്ടുള്ളൂ അല്ലേ? ഡയറക്ടറേറ്റിന് ആ തെറ്റേറ്റു പറഞ്ഞ സെമിനാരിനോട് പറഞ്ഞു, അവനെ എനിക്ക് കണക്ക് തെറ്റിയതാണ്, 25 ഏത്തപ്പഴമേ നീ എടുത്തിട്ടുള്ളൂ കേട്ടോ, 30 അപ്പോൾ